ചിലങ്കിയടിഞ്ഞ് മൊഞ്ചിൽ കുളിച്ചു നിൽക്കുന്ന കോഴിക്കോട് കലയ്ക്ക് വേണ്ടി മാത്രം മിഴി തുറന്നു. 7 നാളുകൾ കോൽക്കളിത്താളവും ഒപ്പനച്ചുവടും നാട്യഭാവവും മധുരമുറന്ന ഗാനമാധുര്യവുമായി കോഴിക്കോടുകാർ കലയിലേക്കാഴും. സത്യം പറയാലോ, പലയിടത്തു നിന്ന് ഗസലിൻ്റെ നാട്ടിലെത്തിയ ഞങ്ങൾ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അപ്പം പിന്നെ കോഴിക്കോടുകാരുടെ കാര്യം പറയണോ? കലോത്സവത്തിൻ്റെ നിറക്കാഴ്ചകളിലേക്ക് നേരം പുലർന്നപ്പോൾ കോഴിക്കോട്ടുകാരുടെ സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പേര് പോലെ തന്നെ മധുരങ്ങൾ നുണഞ്ഞ് മിഠായി തെരുവ് കാത്തിരിക്കുകയാണ് മലയാള മണം നിറഞ്ഞു തുളുമ്പിയ കലാവിരുന്നിന്. കല്ലായിപ്പുഴക്കാർക്ക് വേണ്ടതെന്തെന്ന് ചോദിച്ചാൽ അവരങ്ങ് പറഞ്ഞു തുടങ്ങും. പകലിനു പോലും ആതിരക്കുളിരേകി നേരിയതും കസവുമുണ്ടുമുടുത്ത് തുളസിയും മുല്ലപ്പൂവും ചൂടി കൊച്ചുമങ്കമാർ വേദിയിലെത്തുന്നത് കാണാൻ കണ്ണു തുറന്നിരിക്കുകയാണ്. ഇതേ ചോദ്യം ബീച്ചിലെ തണുത്ത കാറ്റിനോട് ചോദിച്ചപ്പോൾ കാറ്റു പറഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ ഈണം കോഴിക്കോട്ടെത്തുമ്പോൾ ഏറ്റുപാടാൻ കാത്തിരിക്കുകയാണ്. കോൽക്കളിയുടെ താളം തീർക്കാൻ കളിക്കാരെത്തുമ്പോഴേക്കും കുറ്റിച്ചിറക്കാർ കസേര കൈയടക്കി കഴിഞ്ഞിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മാനാഞ്ചിറയുടെ സായാഹ്നം കണ്ണിറക്കി മാടി വിളിക്കുന്നത് ഇശലുകൾ പെയ്തിറങ്ങുന്ന ഒപ്പനയ്ക്ക് വേണ്ടിയാണ്. വലിയങ്ങാടിയാകട്ടെ ഭാവാദ്രമായ തിരുവാതിരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നു. പക്ഷേ കലോത്സവത്തിൻ്റെ സൗന്ദര്യം നുണയാനെത്തിയ ഞങ്ങൾക്ക് ഇതെല്ലാം വേണം. വേറൊന്നിനുമല്ല, ക്യാമറ കാണുന്നത് നിങ്ങളിലെത്തിക്കാനാണല്ലോ ഞങ്ങളൊക്കെ കോഴിക്കോട് അങ്ങാടിയിലെത്തിയത്. ടീം റിപ്പോർട്ടറിനൊപ്പം റാഹീസ് റഷീദ്.